ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ കാലതാമസമുണ്ടായ സംഭവത്തിലാണ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ വാക്കേറ്റമുണ്ടായത്. കഴിഞ്ഞ ദിവസം രക്തം നൽകിയതിനു പിന്നാലെ മരിച്ച മണിയാർ സ്വദേശി മഹേഷ് കുമാറിന്റെ മൃതദേഹം വിട്ടു നൽകാനാണ് കാലതാമസമുണ്ടായത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രക്തം നൽകിയതിന് പിന്നാലെ മരിച്ച മണിയാർ സ്വദേശി മഹേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുനൽകാൻ കാലതാമസമുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റമുണ്ടായത്. ഉച്ചയ്ക്ക് 1:45 മഹേഷ് കുമാർ മരിച്ചെങ്കിലും പുനലൂർ പോലീസിൽ അറിയിച്ചത് രാത്രി 9:30 സൂപ്രണ്ട് വിശദീകരിച്ചെങ്കിലും കാലതാമസമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് വികസന സമിതി അംഗം സി വിജയകുമാറിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സൂപ്രണ്ടിന് കഴിഞ്ഞു. ഇവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികമായി ഇവിടെ വെച്ച് മരണപ്പെട്ടു. ഇവിടെ വെച്ച് മരിച്ചു ഇവിടെ കൊണ്ടുവന്നതല്ലോ. ഇവിടെ ബ്ലഡ് കൊടുക്കാൻ വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ട ഒരു പയ്യൻ, ചെറുപ്പക്കാരൻ, 36 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ മരണപ്പെട്ടിട്ട് അവന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി വെച്ചിട്ട് 3 മണിക്കൂർ ഈ പുറത്ത് റോഡിൽ നിർത്തിയിരുന്ന ഒരു മര്യാദയാണ് അവർ ചെയ്യുന്നത്. ഇന്നലെ 3:10 ഇവിടുന്ന് കൊണ്ടുപോയത്. കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ സാധാരണ യുപിയിലൊക്കെയാണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തു. അതിന് പോലീസ് സ്റ്റേഷൻ ഇൻഡിവേഷൻ കൊടുക്കുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നാണോ? പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ ഒരു സംശയോടെ ചോദിക്കുന്നത്, ഈ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് പറയാം, ഞാൻ ഒരു കാര്യം ഇവിടെ നടന്നൊരു കാര്യത്തിന് ഇപ്പൊ ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ, ആരോടെ ചോദിക്കുന്നത്? ഈ ഇരിക്കുന്ന വിളക്കിനോടോ തൂണിനോടോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ട് വരുമ്പോഴേ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതിനുള്ള പ്രോട്ടോകോൾ കൃത്യമായി ഇവിടെ പാലിച്ചിട്ടുണ്ടായിട്ട് ഇദ്ദേഹത്തിന് ഇതിന് ബ്ലഡ് കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ BP നോക്കേണ്ടതുണ്ടോ? നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് അതൊരു വിഷയമാക്കി തന്നെ മരണപ്പെട്ടത്? BP ലോയായി തന്നെ മരണപ്പെട്ടത് അന്നേരം തന്നെ പരിശോധിച്ച് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ എന്തുകൊണ്ട് അതിനെ ഒരു പറയാത്തെന്ന് പറഞ്ഞു? ഈ നാട്ടിൽ ഇനിയും ഈ പാവപ്പെട്ട ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാൻ ഇവിടെ വരണം. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതൊരു വിവാദമാക്കിയാൽ അത് ആളുകൾ ആശങ്കപ്പെടും. അതുകൊണ്ട് മാത്രം അത് പറയാത്തത്. ഇപ്പോഴത്തെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് അയാളെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയക്കാൻ ഇത്രയും കാലതാമസം എന്തുകൊണ്ട് ഇവിടെ വന്നു? 11:30 മണിക്ക് പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇവിടെ നേരിട്ട് വന്ന്, ചോരപ്പെടുത്തിയ സബ് ഇൻസ്പെക്ടർ നേരിട്ട് വന്ന്, മുനിസിപ്പൽ കൗൺസിലർ ബിപിൻ കൂടെ വന്ന് ഇവർ ഈ കാര്യങ്ങൾക്കെല്ലാം നടപടിയെടുത്ത് പറഞ്ഞു, അറിയിച്ചു. അവർ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടുന്ന് പേപ്പർ കൊടുക്കുന്നില്ല. അവസാനം വന്ന് അന്വേഷിച്ച എല്ലാ സ്ഥലങ്ങളിലും നേഴ്സ് സൂപ്പറെടുത്ത് ഒന്ന് അന്വേഷിച്ചില്ല അന്നേരം ഈ കൗൺസിൽ ഉൾപ്പെടെയുള്ളത്. പക്ഷെ കൊടുത്തില്ല. അടുത്ത ദിവസം പോലീസ് എത്തി മൃതദേഹം കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചെങ്കിലും ആശുപത്രി അധികൃതർ സഹകരിച്ചില്ല. പോലീസിനെയും നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെയും ബ്ലഡ് ബാങ്കിലും മോർച്ചറിയിലും PRO ഓഫീസിലും നഴ്സിംഗ് സൂപ്രണ്ടിന് സമീപവും തലങ്ങും വിലങ്ങും ഓടിക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. 2 മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയെങ്കിലും 3:10 വരെ മൃതദേഹം വിട്ടു നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനും ആശുപത്രി മാനേജ്മെന്റ് യോഗത്തിൽ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. ഇതേസമയം ആശുപത്രിയെ തകർക്കാൻ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരായ ചിലരും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഭരണകക്ഷി അംഗങ്ങൾ ആരോപിച്ചു. പ്രാദേശിക ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആശുപത്രിയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകുകയും ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് HMC അധികാരികൾ പറഞ്ഞത്. ആശുപത്രിയിൽ MRI സ്കാനിംഗ് സെന്റർ ആരംഭിക്കാനും അതിന് സ്വകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാനും ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു. സ്വകാര്യവൽക്കരണത്തെ എതിർക്കുകയും താലൂക്ക് ആശുപത്രി പോലെയുള്ള പൊതുസ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ കടന്നുകയറ്റമുണ്ടായാൽ അത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വികസന സമിതി അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ സി വിജയകുമാർ ആരോപിച്ചു. മരണപ്പെട്ട മഹേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം താലൂക്ക് ആശുപത്രിക്കുണ്ടായ വലിയ വീഴ്ച നൽകാൻ ആശുപത്രി വികസന സമിതിക്ക് നേതൃത്വം നൽകിയ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞില്ല. ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിശദീകരണം 2 മണിക്ക് ഈ മഹേഷ് കുമാർ മരണപ്പെടുന്നു, പക്ഷേ പോലീസിൽ അറിയിച്ചത് രാത്രി 9:30-ക്കാണ്. ഇത്രയും വൈകിയത് എന്തിനാണ്? ഈ കാര്യത്തിനകത്ത് വിശദീകരണമില്ല. സോഷ്യൽ മീഡിയയും പ്രാദേശിക ചാനലുകളിലും ഈ വിഷയം വാർത്തയായി വന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരാളും പരാതിപ്പെട്ടിട്ടില്ല, ഒരു പരാതിയും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നില്ല, സോഷ്യൽ മീഡിയയിലും പരാതിയില്ല. ഈ സംഭവം ഉണ്ടായി എന്ന് മാത്രമാണ് സോഷ്യൽ മീഡിയയിലും പ്രാദേശിക ചാനലുകളിലും വാർത്ത വന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ രാത്രി 9:30 വരെ വൈകി. അക്കാര്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിശദീകരണം
2 മണിക്ക് മരണപ്പെട്ടു, 9:30-ക്കാണ് അറിയിപ്പിച്ചത്. വൈകിയത് എന്തായിരുന്നത് ഈ ആശുപത്രി വികസന സമിതിക്ക് മറുപടിയില്ല. അത് മാത്രമല്ല, പിറ്റേ ദിവസം പോലീസ് എത്തി. പരാതി മുഴുവൻ പോലീസിലാണ്. പോലീസ് എത്തി ആവശ്യമായ പേപ്പർ വർക്കുകൾ നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല യഥാസമയം. അതുകൊണ്ടാണ് യഥാസമയം ബോഡി വിട്ടുകൊടുക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ 2 മണിക്കാണ് സൂപ്രണ്ടിനെ സമീപിച്ചതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. മഹേഷ് കുമാറിന്റെ മൃതദേഹം വിട്ടുനൽകുന്നതിന് കാലതാമസം വരുത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ആശുപത്രി വികസന സമിതി അംഗം സി വിജയകുമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.